പ്രിയപ്പെട്ട ശ്രീരഞ്ജിനി കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഗ്രഹാതുരത്വത്തിൻ്റെ മധുരിക്കും ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഓണത്തിൻ്റെ കാവ്യാനുഭവങ്ങളിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് ജോയിൻ us for a heart-warming celebration of Onam, filled with variety cultural programs, music, dance, joy and togetherness. സംഗീതവും നൃത്തവും വേറിട്ട കലാപരിപാടികളും നിറഞ്ഞ നിറവിൻ്റെ ഓണം എന്ന ഈ കലാവിരുന്നിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് അരങ്ങുണർത്താനെത്തുന്നു ശ്രീരഞ്ജിനി മ്യൂസിക് ഫോറം അവതരിപ്പിക്കുന്ന നിറവിൻ്റെ ഓണം. തിരുവോണം വന്നല്ലോ. ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷദ്വാദശി തിഥോ വന്നൊരുമിച്ച വിഷ്ണുർക്ഷാഭിജിൽ കാലേ ദിനേശോന്നതേ ദിനമധ്യേ പുരുഷോദയേ ശുഭേ. ഇന്ന് തുടക്കം ശ്ലോകത്തിലാണല്ലോ. വിഷപ്പേറിയോ? വിഷയം എന്താണോ ആവോ. എന്റെ ദക്ഷു, ഇന്നെന്താ വിശേഷം? വിഷ്ണുർക്ഷ അഭിജിൽ കാലേ, അതായത് തിരുവോണം നക്ഷത്രവും അഭിജിത്ത് മുഹൂർത്തവും ചേർന്ന ഈ സുദിനത്തിൽ പിറവികൊണ്ട വാമനനാടോ ഇന്നത്തെ വിഷയം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം. വാമനനെ ഓർത്തപ്പോൾ അങ്ങെന്തേ മഹാബലിയെ വിട്ടുകളഞ്ഞു? മഹാബലിയെ വിട്ടുകളയുകയോ? ഒരിക്കലുമില്ല. അത് താൻ തന്നെ മുഴുവിപ്പിച്ചാട്ടെ. അങ്ങനെയോ? എന്നാൽ കേട്ടാലും. മശ്ചിരോ ഭുവി തൃക്കാൽ വെച്ചുകൊണ്ടടിയനാൽ ഉക്തമാം സത്യം രക്ഷിക്കണമേ ദയാനിധേ എന്ന് പറഞ്ഞ് എന്താണ് ത്യാഗമെന്ന് മാനവരാശിയെ പഠിപ്പിച്ച മഹാമനസ്കനായ മഹാബലി. അങ്ങക്കിതെല്ലാം അറിവുള്ളതല്ലേ? അല്ല, പതിവില്ലാത്തൊരു വേവലാതി. ചിത്രരത്തിനെ കാണുന്നില്ലല്ലോ ദക്ഷു. എന്താ ചിന്മയി, ഉണ്ണി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? തിരുവോണം നാളല്ലേ അച്ഛാ, തിരക്കേറെ ഉണ്ടാവും. വരാൻ വൈകൂന്നും പറഞ്ഞിരുന്നു. ഇന്ന് വിശേഷാൽ പൂജയുണ്ടത്രേ. ശരിയാ ചിന്മയി, ഇന്നത്തെ പടച്ചോറും പാൽപ്പായസവും ഏറെ വിശേഷപ്പെട്ടതാവും. അല്പം വിശന്നാലും സാരമില്ല, ഉണ്ണി ഇപ്പോഴെത്തും. അതെ അമ്മേ, ഈ കുറുമ്പത്തിയെ സമാധാനിപ്പിച്ച് നിർത്താനാ പ്രയാസം. മുത്തശ്ശ, അച്ഛൻ വന്നിട്ട് എന്നെ ശുചിയെയും സുമിയെയും കാണാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാ പോയത്. ഒക്കെ ശരിയാക്കാം കുഞ്ഞെ. ഉണ്ണിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ചിങ്ങനെ കുറിച്ച് എന്തോ പറഞ്ഞുവല്ലോ ഇന്ന്. ഓർമ്മയുണ്ടോ ദക്ഷു നമ്മുടെ ചിങ്ങനെയും കുടുംബത്തെയും? എന്താ ഈ പറയണേ? ഓർമ്മയുണ്ടോന്നോ? ചിങ്ങൻ്റെ അമ്മ, എൻ്റെ കുട്ടിത്തായി എന്ന കുഞ്ഞൻ്റെ കുഞ്ഞിത്തായി, നമ്മുടെ ഗൗരിയെ പ്രസവിച്ച അന്ന് തൊട്ട് വേളി കഴിച്ച് അയക്കുന്നത് വരെ അവളല്ലേ എൻ്റെ കുട്ടിയെ നോക്കിയത്. അത് മാത്രമോ, എന്നും എനിക്ക് കൂട്ടും കരുതലുമായി നിന്ന എൻ്റെ കുഞ്ഞൻ, അവൻ്റെ മോൻ ചിങ്ങൻ, നമ്മുടെ ചിത്രന്റെ ഉറ്റ ചങ്ങാതി. ഓർമ്മയുണ്ടോ? ചിങ്ങമാസത്തിൽ പിറന്ന ആ കരിമാടിക്ക് ചിങ്ങനെന്ന് അങ്ങ് തന്നെയല്ലയോ പേരിട്ടത്? അത് തന്നെ. ചിങ്ങമാസത്തിൽ ചിത്തിരനാളിൽ പിറന്ന നമ്മുടെ ഉണ്ണിക്ക് ചിത്രദത്തനെന്ന് പേരിടാൻ പറഞ്ഞത് എൻ്റെ കളിക്കൂട്ടുകാരൻ കുഞ്ഞനും. സത്യത്തിൽ
ഈ ചിങ്ങവും തിരുവോണവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇഴചേർന്ന് കിടപ്പുണ്ട്, ഒരു നിയോഗം പോലെ. അതേ ദക്ഷു, ഒരു കാര്യം ചെയ്താലോ? നമുക്കെല്ലാവർക്കും കൂടി ചിങ്ങനെ കാണാൻ പോയാലോ? തിരുവോണ നാളിൽ 2 കുടുംബവും ഒരുമിച്ച് കൂടിയാൽ അതിൽ പരം ഒരു സന്തോഷമുണ്ടോ? ചിത്രം വന്നോട്ടെ. കാലം മാറിപ്പോയി അച്ഛ. കാണിക്കയും നേർച്ചയും ഒക്കെ QR കോഡിലേക്ക് ഒതുങ്ങി. ഇതാ ഇപ്പൊ ദക്ഷിണയ്ക്കും വിലക്ക് വന്നിരിക്കണം. അഷ്ടിക്കുള്ള വകയായി വേറെ കണ്ടെത്തേണ്ടിയിരിക്കണം. എന്തായാലും ഇന്ന് കുശാല, വിശേഷപ്പെട്ട പാലട, ഓണ സ്പെഷ്യലാ. അത് പറഞ്ഞപ്പോഴോ അമ്മേ, നമ്മുടെ ചിങ്ങനോടൊപ്പം ഇന്ന് ഓണം കൂടിയാലോ എന്ന് ഞാൻ ഓർപ്പിച്ചിരുന്നു. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാലട. നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോയാലോ? എൻ്റെ മോക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. ചിന്മയി, വേഗം ഇതെല്ലാം ഒന്ന് പാത്രത്തിലാക്കിയാലേ നമുക്ക് പുറപ്പെടാം. ഞങ്ങളും അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്ന ഉണ്ണിയേ. ഈ പടച്ചോറും പായസവും അല്ലാതെ എന്താ ഇപ്പൊ കൊണ്ടുപോകുക? ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കണ്ടും കൊടുത്തുമാണ് ശീലം. കാറ്റ് പിടിക്കാതെ തെങ്ങും കവുങ്ങും, വറ്റി വരണ്ട് കീറിയ പാടങ്ങള്, കാടും കൃഷിയും കർഷകന് ഏതാണ്ട് അന്യം നിന്നു പോയിരിക്കുന്നു. ശീലിച്ച സംഗീതവും ശ്ലോകങ്ങളും മന്ത്രവും മന്ത്രോച്ചാരണവും ഒക്കെ അന്നും ഇന്നും സേവ മാത്രമെന്നേ കരുതിയിട്ടുള്ളൂ. അഷ്ടിക്കാശ്രയം ഇന്നും ഭഗവാൻ കനിഞ്ഞ പടച്ചോറ് തന്നെ. ഇന്നത്തെ ഓണം അതെന്റെ ചിത്രനും ചിങ്ങനുമൊത്ത് പങ്കിടട്ടെ. വരൂ, നമുക്കെല്ലാവർക്കും അങ്ങോട്ട് പോകാം. ഓ, എന്റെ കുഞ്ഞിത്തായേ, എന്താടി പൊന്നെ, നല്ലൊരു നാളെ ഇങ്ങനെ കടന്ന് പെറുപിറക്കുന്നത്. നിങ്ങൾ എവിടെ ആയിരുന്നു? ചിങ്ങനെയും കാണാനില്ല, ഒരു കൈത്താങ്ങിന് ആരുമില്ല. നീ വേവലാതിപ്പെടാതെ, ഞാൻ എത്തിയല്ലോ. ചിങ്ങൻ ആ മട മുറിഞ്ഞതും കൊയ്തുക തന്നു. ഇപ്പൊ എത്തും. നീ വേഗം തയ്യാറാക്കിയതൊക്കെ ഒന്ന് പാത്രത്തിലാക്കിയേ. നമ്മൾ ഇന്ന് നിങ്ങളുടെ പ്രാപ്പന്റെ വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് പിള്ളേരറിഞ്ഞോ? ചിങ്ങനറിയാം. അപ്പൊ പിന്നെ ലച്ചു എന്തായാലും അറിയും. പിന്നെ പറയണോ? ഓണനാളിലെങ്കിലും എന്റെ ദക്ഷുവിന് ഇത്തിരി എരിയും പുളിയുമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ ഇതൊക്കെ ഈ പാത്രങ്ങളിലൊന്ന് എടുത്തു വെച്ചേ. എന്റെ പ്രാപ്പന് ചിത്രനുള്ളത് മറക്കല്ലേ പൊന്നെ. എന്റെ അച്ചോ, തിരുവോണമായിട്ട് രണ്ടാളും കൂടെ കൊഞ്ചിക്കുഴഞ്ഞ് എന്നതാ പരിപാടി? പോടാ തമ്മാടി. നീ വേഗം പോയി മേൽ കഴിയച്ചു വാടാ. ആ ലച്ചുവിനെ കൂടെ വിളിച്ചോ. ലച്ചു, 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 ഇവളിത് എവിടെ പോയി കിടക്കുന്നു? കണ്ണു തുറന്ന ലച്ചു ലച്ചു, എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നേ? നീ ഇതെവിടെ പോയിരുന്നു? ഞാൻ അമ്മ പറഞ്ഞിട്ട് ചക്ക ഇടിക്കാൻ പറമ്പിലോട്ട് പോയതാ. ചക്കയോ? അമ്മയുടെ ദക്ഷുവിന് കൊടുക്കാനാ. അല്ല ലച്ചു, നീ പ്ലാവിലും കയറാൻ തുടങ്ങിയോ? എടി കള്ളിപ്പെണ്ണേ. ഇന്ന് പോ ചേട്ടാ. ദൈവമേ, ഇവന്റെ കുറുമ്പിന് ഒരു കുറവും ഇല്ലല്ലോ. പോക്കിരി. പോടാ, പോയി നല്ല ഉടുപ്പിട്ടിട്ട് വാ. നിന്റെ ചിത്രനോടൊപ്പം അല്ലേ ഇന്ന് ഓണസദ്യ? അയ്യോ, സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. എന്റെ ചിത്രനെ കാണാൻ നേരം വൈകി. ഓ, മട മുറിഞ്ഞപ്പോൾ ഇട്ടോടിയതാ. ഞാൻ ഇതാ വന്നേ. എടി, എന്റെ കൊച്ചുമക്കൾ എന്തിയേടി? ഒന്നും പറയണ്ട, ദേവുവിനെ കാണാനുള്ള ഒരുക്കത്തില്ല. അപ്പം തന്നെ വിളിച്ചാട്ടെ. സുജി, സുമി, ഇങ്ങോട്ട് വന്നേ മക്കളെ.
പുത്തനുടുപ്പിലെ അപ്പൂപ്പനൊന്ന് കാണട്ടെ. അപ്പൂപ്പ, ഞാൻ റെഡി. എന്റെ പുതിയ ഉടുപ്പ് എങ്ങനെയുണ്ട്? ഇവളെ ഒരുക്കാനാ ഇത്രയും സമയം. അമ്മേ, ഈ ചേച്ചി മുടി മുറിക്കാൻ പോയതാ. ഇപ്പൊ കുറ്റം എനിക്കായി. എന്റെ മക്കള് പിണങ്ങാതെ. ഇവൾക്കിന്ന് ഇളക്കം കുറെ കൂടി നിപ്പുണ്ട്. സുമി, നമുക്കിന്ന് നമ്മുടെ ദേവുവിനെ കാണാം. പക്ഷെ ഇവർക്കാണ് ഇന്ന് ഇളക്കം. അച്ഛന്റെയും അപ്പൂപ്പന്റെയും കണ്ണിലെ തിളക്കം നോക്കിയേ. അത് മാത്രമോ, ഇവിടെ നോക്ക്, കോരി തെരിച്ച് നിൽക്കുന്ന കണ്ടോ? അതേ മക്കളെ, ഞങ്ങൾക്ക് ഇന്ന് ഇളക്കം തന്നെയാടി. എന്റെ ചിത്രനും ഞാനും നിറത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഞങ്ങളുടെ മനസ്സേ അത് അന്നും ഇന്നും ഒന്നാണ്, അറിയാമോ? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലേ അമ്മേ? അല്ലേ അച്ഛാ? എന്നെക്കാൾ കൂടുതൽ ഇവർക്ക് പറയാൻ ഏറെ ഉണ്ടാകും ആ സൗഹൃദത്തിന്റെ കഥ. നേരം വൈകി, നമുക്ക് പുറപ്പെടാം. എന്താടോ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? എടോ, എന്താടോ ഇത്? എന്റെ പ്രാപ്പ, നീ ഓണമായിട്ട് എന്റെ കുടിലിൽ. ഞാൻ എത്ര പുണ്യം ചെയ്തവനാ ദൈവമേ. എന്റെ ചിത്ര, നീ വരുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അത് ഞാൻ അറിഞ്ഞോടൂ. നിന്റെ മനസ്സെനിക്കറിയില്ലേ? നോക്ക, നിന്റെ പ്രിയപ്പെട്ട പാലട പായസവും നിവേദിച്ചോറൊക്കെ ഉണ്ട്. എന്റെ സ്പെഷ്യൽ ഓണക്കൂട്ടാ. നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരാൻ വട്ടം കൂട്ടി തുടങ്ങിയതാ. നിങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ. ഈശ്വരന്മാരെ, ഈ ഓണം ഞങ്ങൾക്ക് നിറവിന്റെ പൊന്നോണാക്കി തന്നല്ലോ. നമുക്കിത് പൊലിപ്പിക്കണം. അത് പ്രത്യേകിച്ച് പറയണോ? എന്റെ പ്രാപ്പ, നിനക്ക് ഇന്ന് ഒരു പിടി ഓണസമ്മാനങ്ങൾ കരുതിയിട്ടുണ്ട്. കൊതിപ്പിക്കാത്ത കാര്യം പറയടൂ. ഒന്നടക്കണ്ട ചങ്ങാതി, നിനക്കറിയാമല്ലോ ഓണം അങ്ങനെയൊന്നും പൊലിപ്പിക്കാനുള്ള പാങ്ങൊന്നും എനിക്കില്ല. പക്ഷേ നമ്മുടെ മക്കൾ ചിലതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മക്കളെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണടാ. അതെ, നമ്മുടെയൊക്കെ സ്വന്തം കുടുംബം എന്നു തന്നെ പറയാവുന്ന ഞാനും ചിത്രനുമൊക്കെ അംഗങ്ങളായ ശ്രീരഞ്ജിനി എന്ന മഹത്തായ ഒരു സംഗീത കൂട്ടായ്മ ഇവിടെ ഉണ്ട്. ഇവിടെ അടുത്ത പൈപ്പിൻ മൂടിലാണ് അതിന്റെ ആസ്ഥാനം. അവർ അവരുടെ അംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെയായി എല്ലാ വർഷവും ഓണം ആഘോഷിക്കാറുണ്ട്. ഇത്തവണത്തെ നിറവിൻ്റെ ഓണാഘോഷം വ്യത്യസ്തമായ ഒട്ടേറെ കലാപരിപാടികൾ കൊണ്ട് അതിഗംഭീരമായിരിക്കുമെന്നാണ് പറഞ്ഞു കേട്ടത്. വളരെ ശരിയാ ചിത്ര. കുറച്ചു മുമ്പ് അതിന്റെ നാന്ദി കുറിച്ചു, കേട്ടിട്ടില്ലേ? വാമനനും മഹാബലിയും ഒന്നായിട്ട് ഏകശിലയിൽ കടുശക്ര പ്രതിഷ്ഠയുള്ള ഓണത്തറയുണ്ട് ഇവിടെ. മടപ്പുരയിൽ നിന്ന് തിരുവപ്പനയും വെള്ളാട്ടവും എഴുന്നള്ളി വരും പോലെ ഓണത്തറയിലേക്ക് വാമനനും മഹാബലിയും ഒരുമിച്ച്
വാദ്യഘോഷങ്ങളോടെ എഴുന്നള്ളി വന്ന് കാരണവരെയും കാഴ്ചക്കാരെയും അനുഗ്രഹിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ഇനിയാണ് അങ്ങോട്ട് ഓണാഘോഷങ്ങൾ പൊടി പൊടിക്കാൻ പോകുന്നത്. കേട്ടപ്പോ തന്നെ കുളിര് പോരുന്നു. വേഗം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാം. ആ കുഞ്ഞിത്തായി, നീ ഭക്ഷണം വിളമ്പിക്കേ. കഴിച്ചാൽ ഉടനെ പിള്ളേരെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയിക്കോ. ഞാനും പ്രാപ്പനും പുറകെ വരാം. പുറകെ വരാമെന്നോ? ഓഹോ, മനസ്സിലായി. പ്രാപ്പൻ ചേട്ടാ, ഇങ്ങനെ ഇതൊക്കെ പറയും. ഒക്കെ 9 മണി കഴിഞ്ഞ് പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നല്ലേ, ചെന്നാട്ടെ, എല്ലാവരും ചെന്നാട്ടെ, സമയം പോകുന്നു. മക്കളെ, എന്നെ കൂടെ കൊണ്ടുപോടാ. എന്റെ ദൈവമേ, അയലത്തെ ജമ്മു മുത്തച്ഛി കിടപ്പായിരുന്നു. കിടന്നിട്ട് കിടപ്പുറയ്ക്കുന്നില്ല ജിന്ന. ആഘോഷമാണെന്നറിഞ്ഞ്. എന്നാ ഞാനും കൂടെ അങ്ങോട്ട് കൂടട്ടേടാ. എന്റെ ചക്കര മുത്തച്ഛി, വാ നമുക്കേ ഒരുമിച്ച് ഓണം ആഘോഷിക്കാം. കുഞ്ഞ, ഒരു മോഹം പറഞ്ഞോട്ടെ. ഓണമായിട്ട് ഒരു ഓണപ്പാട്ട് കേട്ടിട്ട് അങ്ങോട്ട് പോയാലോ? എനിക്കിപ്പം ചിത്രന്റെയും ചിങ്ങന്റെയും ആ പഴയ ചങ്ങാതി ഗോപാലന്റെയും മീനയുടെയും ഓണപ്പാട്ടാ ഓർമ്മയിൽ വരുന്നത്. അവിടുത്തെ താല്പര്യങ്ങൾ ഇവിടെ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു. ഗോപാലൻ ചേട്ടനും മീനയും ഓണപ്പാട്ടുമായി തന്നെ വരുന്നുണ്ട്. പിള്ളേരോട് പറഞ്ഞ് എല്ലാം ഏർപ്പാടാക്കിയിട്ടുമുണ്ട്. ആ കയറി വാ മക്കളെ. ഒന്നാം പൊന്നോണ പൂപ്പട കൂട്ടാൻ പൂക്കണ്ണി കോരാൻ പൂക്കളം തീർക്കാൻ ഓടിവ തുമ്പി പൂത്തുമ്പി താതേ. അന്നം പൂക്കിലയൂഞ്ഞാലാടാൻ പൂമല പെണ്ണിനെ പൂ കൊണ്ടു മൂടാൻ ആടിവ തുമ്പി പൊൻതുമ്പി താതേ. ഒന്നാം പൊന്നോണ പൂപ്പട കൂട്ടാൻ പൂക്കണ്ണി കോരാൻ പൂക്കളം തീർക്കാൻ ഓടിവ തുമ്പി പൂത്തുമ്പി താതേ. അന്നം പൂക്കിലയൂഞ്ഞാലാടാൻ പൂമല പെണ്ണിനെ പൂ കൊണ്ടു മൂടാൻ ആടിവ തുമ്പി പൊൻതുമ്പി താതേ. ആലാത്തൂഞ്ഞാലിലാടി പറന്നു ചെന്നങ്ങേ കൈനീട്ടി ഇന്നേ കൈനീട്ടി ആദ്യം കൊടുക്കുന്നൊരാകാശക്കനിയാർക്ക്. ആലാത്തൂഞ്ഞാലിലാടി പറക്കുമ്പോൾ അങ്ങേ തോളിന്മേലിങ്ങേ തോളിന്മേൽ അല്ലിക്കിഴുക്കു തമ്മമ്മാനപ്പഴമാർക്ക്. ഒന്നാം പൊന്നോണ പൂപ്പട കൂട്ടാൻ പൂക്കണ്ണി കോരാൻ പൂക്കളം തീർക്കാൻ ഓടിവ തുമ്പി പൂത്തുമ്പി താതേ. അന്നം പൂക്കിലയൂഞ്ഞാലാടാൻ പൂമല പെണ്ണിനെ പൂ കൊണ്ടു മൂടാൻ ആടിവ തുമ്പി പൊൻതുമ്പി താതേ. അസലായി മക്കളെ, നന്നായി വരട്ടെ. കുഞ്ഞിത്തായിയെ, നീ ആ ശ്രീരഞ്ജനിയിലെ അനിക്കുട്ടൻ എന്ന് വിളിച്ചേ. അങ്ങറാണോ അങ്കറമാരോ ആരോ വന്നാണ് ഈ പരിപാടി തുടങ്ങുന്നതെന്ന് അവൻ പറഞ്ഞിരുന്നു. അയ്യോ,
അങ്കോറന്മാരല്ല അച്ഛാ, ഹാങ്കറിങ്. ഈ അച്ഛന്റെ ഒരു കാര്യം. കുട്ടാ, അനിക്കുട്ടാ, എന്നെ വിളിച്ചോ? കുട്ടാ, തുടങ്ങാറായോ? എല്ലാരും തയ്യാറായോ? എല്ലാരും റെഡിയാ കുഞ്ഞൻ ചേട്ടാ, ഇതാ തുടങ്ങുകയായി. ദക്ഷു, തിരുവോണ നാളിൽ ഇതിൽ പരം മറ്റൊരു സുഹൃതമുണ്ടോ? വരൂ, നമുക്കൊരുമിച്ചിരുന്ന് കാണാം ആ കാഴ്ചകളൊക്കെ.